നിങ്ങളുടെ പേരെന്ന് പറഞ്ഞേ? ഓക്കെ സാർ, എന്റെ പേര് ആമിന. ആമിന. ഫുൾ നെയിം പറയൂ. എന്റെ പേര് ആമിനയാണ് സാർ. ഫുൾ നെയിം പറയൂ. ആമിന NR. ആമിന NR. നിങ്ങളുടെ ഇത് എവിടെയുള്ള കസ്റ്റമർ സെന്റർ വോഡഫോണിന്റെ? ഓക്കെ സാർ, ഒന്ന് ഹോൾഡ് ഇല്ല ചെയ്യാം. ആദ്യം എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇടണം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കാരണം ഒരു വോഡഫോണിന്റെ കസ്റ്റമർ കെയർ സർവീസ് വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു സർവീസ് ആണ് എനിക്ക് കിട്ടുന്നുള്ളത് ഈസ് ടു ബാഡ്. നിങ്ങളുടെ വോഡഫോണിന്റെ എവിടെയുള്ള കസ്റ്റമർ സെന്റർ ആണിത്? ഓക്കെ സാർ, പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ അല്ല, എനിക്ക് സാധിക്കുന്നതല്ല നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വേണ്ട. ഇത് എവിടെയുള്ള കസ്റ്റമർ സെന്റർ ആണെന്ന് അറിയണം. ദയവായി ക്ഷമിക്കുക സാർ, ഞങ്ങൾക്ക് ആ ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇത് ആരെ വിളിച്ചത് കംപ്ലൈന്റ് ചെയ്യും? ഇങ്ങനെ ഒരു കസ്റ്റമർ എക്സിക്യൂട്ടീവ് ഞാനുമായിട്ട് സംസാരിച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ പോയാൽ എനിക്ക് നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത് ഞാൻ പിന്നെ ചുമ്മാ ഒരു സുധാ KP എന്ന് പറഞ്ഞിട്ട് ഒരു പേര് ഇങ്ങനെ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഏത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയണം. ഓക്കെ സാർ, സീനിയേഴ്സ് ഒന്നും ഇവിടെ ഇപ്പൊ അവൈലബിൾ അല്ല. എനിക്കതറിയേണ്ട കാര്യമില്ല സീനിയേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞ നിങ്ങൾ എറണാകുളത്ത് നിന്ന് മറ്റേ സുധാ CP എന്ന് പറഞ്ഞൊരു പെൺകൊച്ച് ഇങ്ങനെ എന്നെ വിളിച്ചിങ്ങനെ ഓഫർ തന്നപ്പോൾ അവർ ഇതുപോലെ തന്നെയാണ് ചെയ്ത് അവസാനം കോൾ ഇട്ടിട്ട് പോയി. നിങ്ങൾ അങ്ങനെ ഇട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ട, എനിക്ക് ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടണം. ഓക്കെ സാർ, താങ്കളുടെ കോൾ ഞാൻ എന്തായാലും കട്ട് ചെയ്യില്ല സാർ. ആയിക്കോട്ടെ, നിങ്ങളുടെ പേര് പറയൂ. ആമിനയുടെ പേര് കിട്ടി. ആമിനയുടെ പേര് കിട്ടി. നിങ്ങൾ ഇനി ഏത് കസ്റ്റമർ കെയറിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലും പറയൂ. ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുള്ള കാര്യം പറയാം. ഇല്ല, നിങ്ങൾ ആദ്യം മറുപടി പറഞ്ഞിട്ടേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഏത് ഡിസ്ട്രിക്റ്റിലാന്ന് ഈ ഓഫീസ് പറഞ്ഞാൽ മതി. ഓക്കെ സാർ, ഈ കസ്റ്റമർ കെയർ ട്രിവാൻഡ്രത്താണ്. ഓക്കെ, അത്ര എനിക്ക് കിട്ടിയാൽ മതി. നിങ്ങളുടെ ഇനി ഇതുകൂടെ കിട്ടണം, എംപ്ലോയി ID കൂടെ കിട്ടണം. ഓക്കെ സാർ, എന്റെ എംപ്ലോയി ID എന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല സാർ. ഓക്കെ, നിങ്ങളുടെ സൂപ്പർവൈസറിന്റെ പേര് പറയൂ. ഓക്കെ സാർ, ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇല്ല, നിങ്ങളുടെ സൂപ്പർവൈസറിന്റെ പേര് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ സൂപ്പർവൈസറിന്റെ പേര് പറയാം, എന്നിട്ടേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഹലോ, ഇട്ടു പോയോ? ദയവായി ക്ഷമിക്കണം സാർ. ഇല്ല, ക്ഷമിക്കുന്ന പരിപാടിയില്ല. നിങ്ങളുടെ സൂപ്പർവൈസറിന്റെ പേര് പറ. ഓക്കെ സാർ, സൂപ്പർവൈസറിന്റെ പേര് അറിയണം എന്നാണോ പറയുന്നത്? പറയൂ. ഓക്കെ സാർ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഞാൻ എങ്ങനെ കൊണ്ട് നിങ്ങളുടെ എംപ്ലോയിയുടെ റിവീൽ ചെയ്യില്ല നിങ്ങളുടെ സൂപ്പർവൈസറുടെ പേര്? ഞാൻ പിന്നെ എങ്ങനെ? ഞാൻ നിങ്ങളുടെ വോഡഫോൺ ഒരു കസ്റ്റമർ സെന്റർ അല്ല ഉള്ളത്. എറണാകുളത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കോഴിക്കോടുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. ഞാൻ കംപ്ലൈന്റ് ഉണ്ട്. ചിലപ്പോൾ പലയിടത്തും പല അമീനമാര് കാണില്ലേ? ഇത് എവിടുത്തെ അമീനാന്നും കൂടെ ഇത് പോയി കംപ്ലൈന്റ് ചെയ്യുന്നത്? നിങ്ങളുടെ എംപ്ലോയി ID നമ്പർ നിങ്ങൾ തരില്ല. ഓക്കെ സാർ, ദയവായി ക്ഷമിക്കുക. താങ്കൾ ഒന്നുകൂടി ഒന്ന് ഹോൾഡ് ചെയ്യാമോ? ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് അതിനുള്ള മറുപടി കിട്ടണം. അന്നേരം വീണ്ടും വന്നിട്ട് സീനറി ഇല്ല, മറ്റേ മറിച്ചവരില്ല എന്നുള്ള മറുപടി എന്നോട് പറഞ്ഞേക്കരുത്. ഓക്കെ, താങ്കൾ ഇപ്പൊ ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ കസ്റ്റമർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. മീറ്റിംഗ് നിങ്ങൾ എപ്പോഴും നടത്തും, അത് കസ്റ്റമർക്ക് അറിയേണ്ട കാര്യമുണ്ടോ? ഓക്കെ സാർ, താങ്കളുടെ ഈ നമ്പർ ഞാൻ കൺസേൺ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ട് താങ്കൾ ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കുന്നതായിരിക്കും സാർ. ഇവിടുന്ന് തിരിച്ചു വിളിക്കുന്ന ഉറപ്പാണേ? ഓക്കെ സാർ, ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എനിക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കിട്ടിയിരിക്കണം. അന്നേരം ഇതുപോലെ എക്സ്ക്യൂസ് പറയാനായിട്ടാണെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ട. ഞാൻ നിങ്ങൾക്കെതിരെ കേസ് ചെയ്യും. ഈ കോളെല്ലാം ഞാനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് വോഡഫോണിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കുകയും ചെയ്യും. അത് പറഞ്ഞേക്കാം. ഓക്കെ സാർ, നമ്മുടെ കോൺവെർസേഷൻ മുഴുവൻ റെക്കോർഡ്. ഓക്കെ സാർ, ഞാൻ താങ്കളുടെ നമ്പർ കൺസേൺ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തേക്കാം സാർ. താങ്കളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. എത്ര ദിവസത്തിനകം വിളിക്കും? ഓക്കെ സാർ, അതാണൊന്ന് ഹോൾഡ് ചെയ്യാമോ സാർ? ഹോൾഡ് ചെയ്തിട്ട് വരുമ്പോൾ എനിക്ക് എപ്പം തിരിച്ച് കോൾ അറേഞ്ച് ചെയ്യുന്നുള്ള കറക്റ്റ് എക്സാക്ട് ടൈമിംഗ് കിട്ടണം. ഓക്കെ, താങ്ക് യു. ഓക്കെ. Recharges, new offers and much more on your Vodafone mobile phone. आप बस *888# डायल करने पर अपने पोस्टपेड बिल का सारांश, टैरिफ विवरण, भुगतान, प्रीपेड बैलेंस, रिचार्ज, नए ऑफर्स और बहुत सारी जानकारी तुरंत पाएं। Dial *111# to get instant information on your postpaid bill summary, tariff details, payments, prepaid balance, recharges, new offers and much more on your Vodafone mobile phone. आप बस *888# डायल करने पर अपने पोस्टपेड बिल का सारांश, टैरिफ विवरण, भुगतान, प्रीपेड बैलेंस, रिचार्ज, नए ऑफर्स और बहुत सारी जानकारी तुरंत पाएं।
Dial *111# to get instant information on your postpaid bill summary, tariff details, payments, prepaid balance, recharges, new offers, and much more on your Vodafone mobile phone. ക്ഷമയുടെ ലൈനിൽ ഹോൾഡ് ചെയ്തതിന് നന്ദി സർ. ഓക്കെ. ഓക്കെ, 24 മണിക്കൂറിനുള്ളിൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് താങ്കളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സർ. ഓക്കെ. അപ്പൊ ഇപ്പൊ സമയം കറക്റ്റ് 3 മണി. നാളെ കറക്റ്റ് ഉച്ചകഴിഞ്ഞ് 3 മണിക്കുള്ളിൽ എനിക്ക് കോൾ കിട്ടിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഓഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കേട്ടല്ലോ? ഓക്കെ സർ. പിന്നെ വോഡഫോൺ എന്നാ നഷ്ടമുണ്ട്, അതിൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. ഓക്കെ. നിങ്ങളുടെ പേരും എല്ലാം ഇല്ലാത്ത നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സർ, തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് എന്നെ ചുമ്മാ ഒരാളെ വിളിച്ചിട്ട് ഓക്കെ സാർ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സൊല്യൂഷൻ കിട്ടണം. ഒന്നെങ്കിൽ എന്നെ DND ആക്ടിവേറ്റ് ചെയ്തിരുന്ന കസ്റ്റമറായി എന്നെ ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തേണ്ട കോമ്പൻസേഷൻ കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഓഫർ ചെയ്ത ഓഫർ എനിക്ക് ആക്ടിവേറ്റ് ചെയ്ത് തരണം. ഈ രണ്ടൊന്നും മൂന്നാമൊരു ഓപ്ഷൻ ഇല്ല. അതെനിക്ക് നാളെ 3 മണിക്കുള്ളിൽ കിട്ടുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ. ഇത് വൈറലാകും. ഓക്കെ, സാറിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അതൊന്നും എനിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ട് ഞാനിപ്പോ 15 മിനിറ്റ് അങ്ങോട്ട് വിളിച്ചു. ഈ 15 മിനിറ്റിന്റെ പൈസ എനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ സർ, താങ്കളുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സർ. അതെനിക്ക് നിങ്ങൾ മനസ്സിലാക്കിയാ പോരാ, അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞതാ വെച്ചേ. നിങ്ങൾ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ താ. ഓക്കെ സാർ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും താങ്കളുടെ ഈ നമ്പർ ഞാൻ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നുണ്ട് സാർ. താങ്കൾ ഇവിടെ നിന്ന് തീർച്ചയായിട്ടും അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആയിക്കോട്ടെ. ഇന്നിപ്പം ഡേറ്റ് എത്രയാ? ഇന്ന് 10 ആണ് സാർ. ഓക്കെ, ഇന്ന് ഏപ്രിൽ 10, 2015. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കുള്ളിൽ എനിക്ക് കോള് കിട്ടിയിരിക്കണം. ഏപ്രിൽ 11 ഉച്ചകഴിഞ്ഞ് 3 മണിക്കുള്ളിൽ എനിക്ക് കോള് കിട്ടിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ 4 മണിയാകുമ്പോൾ ഈ സാധനം യൂട്യൂബിൽ തപ്പി നോക്കിയാൽ കാണാം. ഓക്കെ. വോഡഫോൺ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആമിനാസ് കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ തപ്പി നോക്കിയാൽ സാധനം കിട്ടും. ഓക്കെ. താങ്ക് യു. ഞങ്ങൾ തീർച്ചയായും ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. താങ്കളുടെ പ്രശ്നം അവിടെ നിന്ന് പരിഹരിക്കുന്നതായിരിക്കും. ആയിക്കോട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ 4 മണിയാകുമ്പോൾ യൂട്യൂബിൽ തപ്പിക്കോ കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ഹെഡിങ്ങുമായിട്ട്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, നൽകിയ ഇൻഫർമേഷൻ വ്യക്തമായല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇൻഫർമേഷൻ വ്യക്തമായി. അല്ലെങ്കിൽ നാളെ 4 മണിക്കുള്ളിൽ ഒന്ന് യൂട്യൂബിൽ നോക്കിയോളൂ. ഓക്കെ സാർ, ഫോണിലേക്ക് വിളിച്ചതിന് നന്ദി. ശുഭദിനം. താങ്ക് യു. ബൈ.